പാട്ടുകളൊന്നും അധികം കേൾക്കാത്ത മുത്തു ഒരു ലിറിസിസ്റ്റ് ആണ്. അപ്പോൾ ഉറപ്പായും ഇതാവുന്നതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കും. ഏതൊരു ടൈമിലാണ് മുത്തുവിന്റെ ഫീൽഡ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞത്? ഞാൻ എൻ്റെ കുറച്ച് ഓപ്പണായി സംസാരിക്കുകയാണ്, ഒന്നുമില്ലാത്തതുകൊണ്ട്. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ ഈ മതപഠനത്തിന് വേണ്ടി പോയതാണ്. പിന്നെ ഈ പള്ളി ദർശനം എന്ന് പറയും, പള്ളിയിൽ അവിടെ തന്നെ നിന്ന് പഠിക്കൽ, വീട്ടുകാരുമായിട്ട് ഒക്കെ കുറച്ചകന്ന് ഒരു പള്ളിയിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിൽ തന്നെ ആയിരുന്നു? നാട്ടിൽ കുറച്ച് അടുത്താണ്, കൊല്ലം ജില്ലയിൽ തന്നെ, അല്ല തിരുവനന്തപുരം ജില്ലയായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്താണ്, കൊല്ലം ജില്ലയുടെ ലാസ്റ്റ് അവസാനമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു 7ാം ക്ലാസ് മുതൽ പാട്ടുകളൊക്കെ ഇങ്ങനെ പാരഡിയൊക്കെ എഴുതുമായിരുന്നു. അപ്പം എഴുതാൻ പറ്റും എന്നറിയാം. അങ്ങനെ ഈ പള്ളി ദർസിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പൻ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു പാട്ട് എഴുതാൻ. അപ്പോൾ ഈ മതപരമായിട്ടുള്ള പാട്ടുകളായിരുന്നു ആ സമയത്ത് എഴുതിയിരുന്നത്. മറ്റ് എഴുതാൻ പറ്റത്തില്ലല്ലോ, എല്ലാത്തിനെ പറ്റി എഴുതാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് പാട്ടുകൾ ഇങ്ങനെ എഴുതി ഒരു സമയമാകുമ്പോൾ പാട്ടുകൾ എഴുതലങ്ങ് നിന്നു. പിന്നെ ഞാൻ ഈ മതപഠനം ഒക്കെ കഴിയുന്ന സമയത്ത്, ഞാൻ ഉത്തർപ്രദേശിലെ എൻ്റെ ബിരുദത്തിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. ഇതെല്ലാം ഈ മതപരമായ പാട്ടുകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പള്ളിയിൽ ജോലി ചെയ്തു, പള്ളിയിൽ ഉസ്താദായിട്ട് ജോലി ചെയ്തായിരുന്നു. എത്ര നാൾ ജോലി ചെയ്തു? ഒരു വർഷം അടുപ്പിച്ച് ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ എഴുത്തിനൊരു പരിമിതി, ഒന്നുകിൽ വല്ല ഗോസ്റ്റായിട്ട് വല്ലതും ഒന്നും എഴുതണം, എഴുത്തുകളെ പുറത്തെത്തിക്കാൻ ഒരു ഗോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ മാറ്റുക, അല്ലാതെ എനിക്ക് എഴുത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ എൻ്റെ ഈ പൗരോഹിത്യം വിട്ടിട്ട് സാധാരണ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അത് ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി? ഇല്ല, ഈസി ആയിട്ട് അങ്ങനെയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതിന് ശേഷമായിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരു കാലിത്തീറ്റയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലബ് ഹൗസ് ആ സമയത്താണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിലാണ് ഞാൻ എഴുതുന്ന പാട്ടുകൾക്കുള്ള ശരിയായ ഓഡിയൻസിനെ എനിക്ക് കിട്ടിയത്. ഞാൻ എഴുതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ അവരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മാതൃഭൂമിയിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചു, കപ്പ TV-യിൽ. ആ പാട്ട് ഇത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോയി എന്നെ വിളിച്ച് എഴുതിപ്പിക്കുന്നൊരു പാട്ട്. അങ്ങനെ പിന്നെ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ രാജസ്ഥാനിലായിരുന്നു, കുറച്ച് നാൾ രാജസ്ഥാനിൽ പോയിരുന്നു. ഈ കവാലി സൂഫി മ്യൂസിക്കൊക്കെ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ഒരു 7-8 മാസം നിന്നു. അതിനുശേഷം തിരിച്ച് കൊച്ചിയിൽ വന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ പതുക്കെ സിനിമകളിലേക്ക് വന്നു. ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിച്ചതാരായിരുന്നു? സിനിമകളിലേക്ക് ഞാൻ കൊച്ചി വന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും നടക്കാത്ത സിനിമകളാണ്. സിനിമയോട് ആഗ്രഹമുള്ള, സിനിമ ചെയ്യണമെന്നുള്ള കഠിനമായ ആഗ്രഹത്തിൽ ഇവിടെ കൊച്ചിയിലെത്തുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വടക്കുന്നും തെക്കുന്നും ഒക്കെ വരുന്ന ട്രെയിനിൽ എങ്ങനെ പോയാലും ഒരു 200 പേരെങ്കിലും ഉണ്ടാകും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ. അവരൊക്കെ ആദ്യം വന്ന് ഇറങ്ങും ഇവിടെ. ചിലർ ഒരു ദിവസത്തിൽ തന്നെ തിരിച്ചു പോകും, ചിലർ കുറച്ച് മാസങ്ങൾ നിൽക്കും, ചിലർ വർഷങ്ങൾ നിൽക്കും. വർഷങ്ങൾ നിന്നിട്ടും സെറ്റാവാത്തവരുണ്ട്, പെട്ടെന്ന് ശരിയാവുന്നവരുണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് ഇങ്ങനെ വണ്ടികളിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ എന്താണ് ഈ സിനിമയുടെ റൂട്ട്, ഇതെങ്ങനെയാണ് പോകേണ്ടത്, എനിക്ക് പാട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചിലരുമായിട്ട് അവരവരുടെ സ്ക്രിപ്റ്റ് കേൾപ്പിച്ചു, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു, അതിൽ പാട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറുണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിരുന്നു ആദ്യം. പിന്നെ ഒരിക്കൽ ഞാൻ എന്നെ നന്ദഗോപൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുണ്ട് ഹാലിൻ്റെ, നന്ദു എന്നെ സിനിമകളിലേക്ക് എഴുതാൻ വിളിച്ചിരുന്നു. അന്ന് എഴുതിയ പാട്ടുകൾ ഹാലാണ്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ആദ്യം ചെയ്യുന്ന സിനിമ വർക്ക് എന്ന് പറയുന്ന ഹാലിൻ്റെയാണ്. പിന്നെ അതേസമയം തന്നെ ജുബൈർ മുഹമ്മദിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിരുന്നു. ആ സിനിമയും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമകളിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ സ്ട്രീറ്റ് ജാമിങ് ചെയ്യുമായിരുന്നു, കഫേകളിലും ക്യൂൻസിലും അവിടെയൊക്കെ പാട്ടുകൾ പാടുമായിരുന്നു.